ബിരിയാണി ചെയ്യാം. നെയ്യ് ഒഴിക്കുക. പോരാ, കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കാം. ചോറ് ഇന്നലെ രാത്രി ഞാൻ വെച്ച ചോറിൻ്റെ ബാലൻസ് ഇരുന്നത് എടുത്ത്, അപ്പം ഞാൻ വിചാരിച്ച് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം വെച്ചൊരു ചെറിയ ബിരിയാണി നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ നെയ്യ് ഒഴിക്കാം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലായിട്ട് ഒഴിക്കാം. അപ്പം നെയ്യൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഗോൾഡ് വിന്നറിലോ പാം ഓയിലോ ഒക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ കൊള്ളത്തില്ല. അങ്ങനെ ചെയ്യാം. ഇത് ചൂടായി വരുമ്പോഴത്തേക്കും ഗ്രാമ്പു, കുരുമുളക് ഇതൊക്കെ ഇടണം. ഇഞ്ചി വെളുത്തുള്ളി നല്ല ഒന്ന് വഴറ്റണം. അതിലേക്ക് കുറച്ച് മല്ലിച്ചീര ഇടാം, ഇച്ചിരി പച്ചച്ചൊവയൊക്കെ മാറാൻ വേണ്ടി. 2 പുതിന ഇലയൊക്കെ ഇടാം. പക്ഷെ ഇനി ഇടണം, ഇപ്പം തൽക്കാലത്തേക്ക് ഇങ്ങനെ എത്ര ഇടാം. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡ്രൈ ഫ്രൂട്ടൊക്കെ ഉണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ ചേർക്കാം. പക്ഷെ എൻ്റെ ഇപ്പം ഇരിക്കുന്നത് അണ്ണൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറച്ച് കപ്പലണ്ടിയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അതങ്ങ് ഞാൻ ഇടുക. കപ്പലണ്ടിയുടെ കൂടെ തന്നെ ഇച്ചിരി തേങ്ങാക്കൊത്ത്. എൻ്റെതായ രീതിയാണേ. നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത്. ഇതൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിട്ട് നല്ല വഴറ്റണം. ഇതിപ്പോൾ ഞാൻ എളുപ്പമാർഗം ചെയ്യുക, എല്ലാം കൂടെ ഒരുമിച്ച്. വിശക്കുന്നുണ്ട് കേട്ടോ, ഉച്ച നേരമാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അമ്മ വിശക്കുന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി താമസിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ച് പഴയ ചോറ്, പഴയതെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ചൂടായിരുന്ന ചോറാണ്. ആറിയിട്ട് ഞാൻ പിന്നെ അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അപ്പം അതൊന്ന് കുറച്ചിരിപ്പുണ്ട്. അപ്പം അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് ഒരു നെയ്ച്ചോറ് പോലെയോ ഒരു ബിരിയാണി പോലെയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ചോറിനൊരു മഞ്ഞ കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, മഞ്ഞ കളറിലിരിക്കുന്ന ചോറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വേണമെങ്കിൽ ലേശം മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാം. പക്ഷെ എനിക്ക് ഈ വെള്ള കളറിൽ ചോറിരുന്നിട്ട് ഇങ്ങനെ ഇതിന്റെ പച്ചപ്പൊക്കെ കാണുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി ചേർക്കുന്നില്ല. പിന്നെ ലേശം ഞാനൊരു സ്വല്പം ഇതിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ട്. എന്നാലും കുരുമുളകൊക്കെ ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ അണ്ണനും മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ എന്ത് സാധനം വെച്ചാലും അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ഒക്കെ അങ്ങിടും. ഇതിനകത്തൊന്നും വെളുത്തുള്ളി ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഞാനങ്ങിടും. വേറെ ഒന്നും എല്ലാവരും ഒന്നുമില്ലല്ലോ, ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇതിലേക്ക് കുറച്ച് ബീറ്റ്റൂട്ടും ക്യാരറ്റും കൂടെ ചേർക്കണം. ഇത് പിന്നെ എന്താണെന്നറിയോ, ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ചോറ് ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം രാവിലെ ഞങ്ങൾ ഒരു ഹെൽത്തിന്റെ ജ്യൂസ് തയ്യാറാക്കിയായിരുന്നു, ഇഞ്ചിയൊക്കെ ഇട്ട്. അപ്പോഴ് ഹെൽത്തിന്റെ ജ്യൂസ് തയ്യാറാക്കിയപ്പം അതിന്റെ ഈ അരിച്ചു വെച്ചിരുന്ന എനിക്ക് കളയാൻ തോന്നിയില്ല. അപ്പം ഞാൻ വിചാരിച്ചില്ല റൈസും കൂടെ ആയിട്ട് ഒരു ബിരിയാണിയുടെ കൂടെ ഇതങ്ങ് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ, ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. എൻ്റെ നെയ്യുടെ അളവൊക്കെ കുറഞ്ഞതുകൊണ്ട് കുറച്ചും കൂടെ ഞാൻ ഇടുക. എനിക്കിഷ്ടമാണ് നെയ്യ് കൂടുതൽ ഇടുന്നത്. ഇഷ്ടമല്ലാത്തവർ ഇത്രയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിനൊരു ലേശം ഉപ്പ് ചേർക്കാം. കപ്പലണ്ടിയിലൊക്കെ ഉപ്പുണ്ട്, എന്നാലും കുറച്ച് ചേർത്താൽ മതി. ഇത് നമ്മൾ ഒരു നാരങ്ങ ഇതിനകത്തോട്ട് നാരങ്ങയുടെ ചാറ് ഒഴിക്കണം. ഏത് നാരങ്ങയാണെന്ന് അറിയാമല്ലോ, നമ്മുടെ മരത്തിൽ പിടിച്ച നാരങ്ങ. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ആ ചോറിടണം. എന്നിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ബീട്രൂട്ടിന്റെയൊക്കെ ഒരു കളർ വരുന്നുണ്ട്. ബീട്രൂട്ട് ചോറ് പോലെ ഇരിക്കുന്നല്ലേ. എല്ലായിടവും ആ മസാല ഇത് ബീട്രൂട്ടും ക്യാരറ്റും അണ്ടിപ്പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. നമ്മുടെ നാരങ്ങ എടുത്ത് വെച്ചിരിക്കുന്ന അതിന്റെ നീരെടുത്തിട്ട് അതും കൂടെ ലേശം ഇച്ചിരി പുളിപ്പൊക്കെ വരാൻ വേണ്ടിയിട്ട് ചോറിന്
ചോറിന് ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. അപ്പം ലേശം ഉപ്പ് ഇടുന്നുണ്ട്. പക്ഷെ മറ്റേതിൽ നിന്നുള്ള ഉപ്പ് അതിനകത്ത് പിടിച്ചു കാണും. എന്നാലും ഒരു കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പുതിനയില തീർന്നു, നമ്മുടെ പരിപാടി തീർന്നു. കുറച്ച് മല്ലിയില ഇലയിട്ട് പൊട്ടിപ്പൊട്ടി നമുക്ക് ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതിപ്പം നമ്മുടെ ചോറ് റെഡിയായി. ഇത് ബിരിയാണിന്നോ നെയ്ച്ചോറെന്നോ ഒന്നും അല്ലെന്നോ പറയാനുള്ളത്. ഇത് ബീട്രൂട്ട് ചോറ് പോലെ ഇരിക്കുന്നു. ബീട്രൂട്ടിൻ്റെ ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ മുന്നേ ആദ്യം ചെയ്ത ചെറുനാരങ്ങ അച്ചാർ, പിന്നെ ഇത് മധുര നാരങ്ങ അച്ചാർ, ഇത് നെത്തോലി അച്ചാറിട്ടത്, ഇത് തൈരും മുട്ടയും കൂടെ കൂട്ടി ചെയ്യുന്ന അടിപൊളിയായിരിക്കും.